അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രവാസ ജീവിതം 21-ാം ഭാഗം ആരംഭിക്കുന്നു. അങ്ങനെ ഞാനും എൻ്റെ സാബിയും അജ്മോനും വളരെ സന്തോഷത്തോടു കൂടി തന്നെ കഴിഞ്ഞുപോയി. രാവിലെ ഞാൻ 8 മണിക്ക് ടൈപ്പിംഗ് സെൻറ്ററിലേക്ക് പോകും. പോയി വരുമ്പോൾ അകലെ നിന്ന് തന്നെ എനിക്ക് വളരെ സന്തോഷമായിരിക്കും. എൻ്റെ സാബിയുടെ അടുത്തേക്കാണ് പോകുന്നത്. എൻ്റെ സാബിക്ക് ഇപ്പോൾ വളരെ സന്തോഷമായിരിക്കും എന്നൊക്കെ. അതുപോലെ തന്നെ ഞാൻ വരുമ്പോൾ സാബി ചായവും പലഹാരങ്ങളും ഒക്കെയായി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. മിക്കപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട പലഹാരം തന്നെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അജു ആണെങ്കിൽ ഞാൻ വരുമ്പോൾ കിടന്നുറക്കം ആയിരിക്കും. ഏതാണ്ട് പാതിരയാകുമ്പോഴേ അജു ഉറങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ നേരം വൈകിയാണ് അജു എഴുന്നേൽക്കാറുള്ളത്. എന്തായാലും എൻ്റെ സാബിയുടെ ആഗ്രഹം പോലെ തന്നെ അവൾക്കിഷ്ടപ്പെട്ട വലിയ വലിയ മീനുകൾ അതുപോലെ തന്നെ പലഹാരങ്ങളൊക്കെ തന്നെ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരും. വളരെ സന്തോഷത്തോടു കൂടി ആ മീനുകളൊക്കെ അവൾ ബിരിയാണിയാണ് കൂടുതലും വെക്കാറുള്ളത്. ഞാൻ പറയും, സാബി, ബിരിയാണി ഒന്നും നമ്മളധികം കഴിക്കേണ്ട, കാരണം നിനക്ക് വയ്യാത്തതാണ്. അവൾ പറയും, അങ്ങനെ ഒന്നുമില്ല, തിന്നിട്ട് മരിക്കുന്നതിൽ യാതൊരു കുഴപ്പവും. മരിക്കും എന്ന് കരുതി നമ്മൾ ഭക്ഷിക്കാതെ ഇരിക്കുമ്പോൾ അതാണ് നഷ്ടം. എനിക്കങ്ങനെ ഒന്നും തോന്നുന്നില്ല. തുണ്ടകം മഹത്വമുണ്ട്, ജീവിതമുണ്ടെങ്കിൽ മരണമുണ്ട്, പിന്നെ എന്തിനാ പേടിക്കുന്നത്? എന്നായാലും മരിക്കണം. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ മരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നമുക്ക് ഇഷ്ടം. ചായ കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ അവിടെ തന്നെ ഇരിക്കും. ഞങ്ങൾ ഓരോ കഥയും പറഞ്ഞിരിക്കും. അതിനിടയിൽ വീട്ടുകാർക്ക് വിളിക്കും. വീഡിയോ കോളിൽ ഞങ്ങൾ കണ്ട് സംസാരിക്കും. അവർക്കും ഞങ്ങൾക്കും വളരെ സന്തോഷമായിരിക്കും. അൽഹംദുലില്ലാഹ്, അങ്ങനെ ദിവസങ്ങൾ ഓരോന്നോരോന്നായി കഴിഞ്ഞു പോയി. ദിവസം ഞാൻ ചെല്ലുമ്പോൾ ആൾ ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന്. ആൾ പറഞ്ഞു, എനിക്കിപ്പോൾ ഞാൻ കരുതി ശ്വാസം തീരട്ടുകളാത്ത പോലെ അടച്ചു കിടക്കല്ലേ, കൂടുതലും ജനവാതിലുകളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പിന്നെ പുറത്തേക്കുള്ള പ്രവേശനവും അധികമില്ലല്ലോ, അതുകൊണ്ടായിരിക്കുമെന്ന്. എന്തായാലും നമുക്ക് വീട് മാറാം, മറ്റൊരു വീട് നോക്കാം, ഇത്തിരി വൃത്തിയും വെടുപ്പുമുള്ള ഏരിയയിൽ നമുക്ക് താമസിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ മറ്റൊരു വീട് അന്വേഷിച്ചു. അവിടേക്ക് താമസം മാറി. ആദ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആ വീടിനടുത്ത് വെച്ചായിരുന്നു ഞങ്ങൾ കൂടുതലും സന്തോഷകരമായിട്ടുള്ള അയൽവാസികളെയും മറ്റും പരിചയപ്പെട്ടതൊക്കെ. എന്നാൽ ശാരീരികമായുള്ള വേദനകളോ മറ്റും ഒന്നും എന്നോട് പറഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ ഞാൻ വിഷമിക്കേണ്ട എന്ന് കരുതിയായിരിക്കും. എന്തായാലും ചിലപ്പോഴൊക്കെ എന്നോട് പറയും, ഖുർആൻ ഓതി ഒന്ന് മന്ത്രിച്ചു കൊടുക്കാൻ. ഞാൻ അങ്ങനെ ഖുർആൻ ഓതി. ഞാൻ പറഞ്ഞു, നിനക്ക് വയ്യെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാം. എന്തായാലും ഇന്ന് തന്നെ നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകാം. ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു നമ്മൾ പോകാമെന്ന്. ഡോക്ടറെ അവൾ പറഞ്ഞു, വേണ്ട, അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല, ജോലി കഴിഞ്ഞ് വന്നിട്ട് കുറവില്ലെങ്കിലോ ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടായി ഞാൻ വീണ്ടും ജോലിക്ക് പോയി. ചിലപ്പോൾ സലീമിൻ്റെ ഇവിടെ പരിചയമില്ലല്ലോ വന്ന്, അതുകൊണ്ടായിരിക്കും. സാബിയുമായി സംസാരിച്ചു. സാബിക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയാതെ വന്നപ്പോൾ സലീമിൻ്റെ ഭാര്യ പറഞ്ഞു, അല്ല, നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ, ഒരുപാട് സംസാരിക്കുന്ന ആളല്ലേ, എന്ത് പറ്റി നിങ്ങൾക്ക്? ശ്വാസം കിട്ടുന്നില്ല, എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ പറഞ്ഞു, ശരിയാണ്, എനിക്കെന്തോ ശ്വാസം കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകാം എന്ന് സലീമിൻ്റെ ഭാര്യ പറഞ്ഞു. വേണ്ട, എന്തായാലും വൈകിട്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോകാം എന്ന് കരുതിയിട്ടുണ്ട് എന്ന്. അപ്പോൾ പറഞ്ഞു, എന്തായാലും ഇക്ക വന്നു കഴിഞ്ഞാൽ പറയണം, നമുക്ക് ഒരുമിച്ച് പോകാം, ഇക്കയുടെ വണ്ടിയിൽ തന്നെ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്. അങ്ങനെ ഞാൻ ടൈപ്പിംഗ് സെൻറ്ററിൽ നിന്ന് വന്നപ്പോൾ സലീം കാറുമായി വന്നു. സലീമിൻ്റെ ഭാര്യയും ഞാനും അതുപോലെ തന്നെ സാബിയും കൂടെ ഡോക്ടർ മുൽക്കുവനിലെ തുമ്പെ ഹോസ്പിറ്റലിലേക്കായിരുന്നു. തുമ്പെ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ എത്തിയപ്പോൾ വണ്ടിയിൽ പരിശോധിച്ച ഉടനെ പ്രയാസം, അങ്ങനെ വീൽ ചെയർ വെള്ളം നിറഞ്ഞിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും അത് കുത്തിയെടുക്കാൻ പറ്റില്ല, നമ്മുടെ മറ്റൊരു ഹോസ്പിറ്റൽ അജ്മാനിലുണ്ട്, അങ്ങോട്ട് പോകാമെന്ന്. ഉടനെ തന്നെ ഒരു സിസ്റ്റർ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഇവിടെ കാണിക്കേണ്ടക്ക, ഇവിടെ കുറേ പൈസയാവും, ആ സമയം ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ. ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയി. എൻ്റെ പ്രവാസ ജീവിതം 22-ാം ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.